എല്ലാവർക്കും നമസ്കാരം കേട്ടോ. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീട് നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിൽ തന്നെയാണ് കേട്ടോ. അതായത് ആ മണ്ണുത്തി NH ഉണ്ടല്ലോ, ആ NH നമുക്ക് കൂടി വന്ന ഒരു 800 1 കിലോമീറ്റർ താഴെ അത്ര അടുത്താണെന്ന് പറയാം. വീതി കൂടി ടാറിങ്ങിനോടാണ് ഫ്രണ്ട് ചെയ്ത് കൊടുത്തത് കേട്ടോ. ടാറിങ്ങിനോട് വീതി കൂടി ടാറിങ്ങിനോട്, അതുപോലെ ഈ ഒരു സൈഡ് പോകാം കേട്ടോ. വീതി കൂടി ടാറിങ്ങിനോടാണ് നമുക്ക് ഈ വഴിക്കാണ് പോയ ഒരു 800 മീറ്റർ ഉള്ളൂ NH കയറാൻ. മണ്ണുത്തി NH ഉണ്ടല്ലോ അവിടെ കയറാൻ 600-700 സെൻറ്റ് സ്ഥലത്താട്ടെ വീട് പണിതിരിക്കുന്നത്. പുതിയ വീടാണ്, നല്ല വീതി കൂടിയ സ്ലൈഡിങ് ആയിട്ട് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. 600-700 സെൻറ്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. 5 കാറ് വരെ നമുക്ക് വീടിൻ്റെ മുൻവശത്ത് പാർക്ക് ചെയ്യാം. അതുപോലെ ഈ കാണുന്ന പൊഴികളിലൊക്കെ ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസ് അറ്റവരെ ഫുള്ളായിട്ട് വരും. കളർ അതായത് ടൈലൊക്കെ പോളിഷ് ചെയ്ത് തരുമെന്ന് പറയുന്നത്. നല്ലൊരു അടിപൊളി ബോക്സ് ടൈപ്പിലാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം LED ബൾബുകളും കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് ബോർഡർ കൊടുത്തിട്ടുണ്ട് കണ്ട. സിറ്റ് ഔട്ടിൻ്റെ ടച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ധാരാളം ടച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഡബിൾ പാളി തേക്ക് വുഡിൽ നിർമ്മിച്ചാണ്. ഡബിൾ പാളി ഡോറ് ഫ്രണ്ടിൽ തന്നെ കണ്ടമാനം ഇന്ത്യയിൽ വർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം വീട്ടിലേ. ഇതാണ് ലിവിങ് ഹാള്. വീതി കൂടിയ ടൈലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു അടിപൊളി മൾട്ടിവുഡിലുള്ള TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫുൾ ലെങ്ത്തിലാണ് ഹോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഹോൾ സീലിംഗ് വർക്കിൽ പ്രൊഫൈൽ വർക്കുകളുണ്ട്, ലൂബർ വർക്കുകളുണ്ട്, സ്ട്രിപ്പുകളുണ്ട്, LED ബൾബുണ്ട്. നല്ലതായിട്ട് ഫുൾ ലെങ്ത്തിൽ സൂപ്പറാക്കി ചെയ്തിട്ടുണ്ടെന്ന് പറയാം. കാരണം മൾട്ടിവുഡിലാണ് അടിപൊളി TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അത് ചുമരിൻ്റെ ഈ ഒരു സൈഡ് കണ്ട ടച്ച് വർക്ക് ചെയ്തേ. ഇതിലും പ്രൊഫൈൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലും ചുമരിൻ്റെ ടച്ച് വർക്ക് പിന്നെ നമുക്ക് എപ്പോൾ കളറുകൾ ചേഞ്ച് ചെയ്യാവുന്നുള്ളൂ. ഒരു സൈഡിലായിട്ട് ഒതുക്കിയിട്ട് ഫസ്റ്റത്തെ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല വലിയ ബെഡ്റൂം തന്നെയാണ്. വിൻഡോസുകൾ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട് വെളിച്ചം കയറാൻ. ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹോൾ സീലിംഗ് വർക്കുകൾ നല്ല കളർഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. വാൾഡ്രോപ്സ് ഇവിടെ ഒരു വൈറ്റ് ഇതിലൊക്കെ കൊടുത്താണ് കണ്ട. തേക്കൂട് വുഡിൻ്റെ ഒരു ഡിസൈൻ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ഉണ്ട് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയും വീതി കൂടി ടൈൽ തന്നെയായിട്ട് കൊടുത്തണേ. ഞാൻ ഇത് അപ്പോക്സ് ചെയ്യാണ്ട് അത് ലാസ്റ്റ് ചെയ്യുള്ളൂ. മിററൊക്കെ വെച്ച് നല്ല വലുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലിവിങ് ഹാളിൽ നിന്ന് ഒരു ആർച്ചോട് കൂടിയിട്ട് കണ്ട. മൾട്ടിവുഡുള്ള ആർച്ചോട് കൂടിയിട്ട് നമ്മൾ ലിവിങ് ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. വീതി കൂടി ടൈൽ തന്നെ വലിയൊരു ഡൈനിങ് ഹാൾ കിട്ടിയിട്ടുണ്ട് കണ്ട. ഏറ്റവും നല്ല ഡൈനിങ് ഹാൾ കിട്ടിയത് നമുക്ക്. ഈ ഒരു സൈഡിലെ പുതിയൊരു മെത്തേഡാണ്. ഗ്രാനൈറ്റൊക്കെ വെച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇരിക്കാം നമുക്ക് ഡൈനിങ് ഹാളിൽ ഇട്ടിട്ടേ. അത് നമുക്ക് കയറി ഇരിക്കാം. ഗ്രാനൈറ്റ് വേണം കൊടുത്തന്നെ ബോർഡറായിട്ട്. ഫുൾ ലെങ്ത്തിൽ ഇവിടെയും ഹോൾ സീലിങ്, പ്രൊഫൈൽ വർക്കുകൾ, ലൂബർ വർക്കുകൾ, LED ബൾബുകൾ മുട്ടണ്ട തകർത്തിട്ടെന്ന് പറയണേ. ഡൈനിങ് ഹാളും ഇൻറ്റീരിയർ വർക്ക് അത്ര അധികം ചെയ്തിട്ടുണ്ട് ഇതിൽ. ഈ ഒരു സൈഡിലാണ് നമുക്ക് വാഷ് ഏരിയ വരണം കേട്ടോ. ഇതിൽ മിറർ വയ്ക്കണം, അത്രയേ ഉള്ളൂ. ചെറിയ ചെറിയ ഓരോ പോയിന്റുകളാണ് മാത്രമേ ബാക്കിയുള്ളൂ. ഡൈനിങ് ഹാളിലാണ് 2ാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതേ മാച്ചിൻ്റെ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഒരു 12-14 ബെഡ്റൂമിന് അളവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ബെഡ്റൂമുകളാണ്. ഇവിടെയും ഹോൾ സീലിംഗ് വർക്ക് ധാരാളം കൊടുത്തിട്ടുണ്ട്. കളർഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് പ്രൊഫൈലൊക്കെ ചെയ്തിട്ടേ. വാൾഡ്രോപ്സ് ഒരു സൈഡായിട്ടും ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടി കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വ്യത്യസ്തമായ ടൈലുകളാണ്. 4-5 ബാത്റൂം വരുന്നുണ്ട്. എല്ലാത്തിലും വ്യത്യസ്തമായ ടൈലുകൾ വാൾ ടൈൽ കൊടുത്തിട്ടുള്ളതേ. വീതി കൂടിയ ടൈൽ തന്നെയാണ് അപ്പോക്സ് ചെയ്തിട്ട്. അല്ല ഇവിടെ ഒരു ഓപ്പൺ കിച്ചണാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്ന് ഫുൾ ലെങ്ത്തിൽ ഒരു ഓപ്പൺ കിച്ചൺ. ഹാങ്ങിങ് ബൾബൊക്കെ ചെയ്ത് ഫുള്ള് മറ്റേ ഇത് കൊടുത്തിട്ട് കണ്ട. പാനലിംഗ് ഒക്കെ ചെയ്തിട്ടെന്ന് പറയാം. ഒരു വുഡ് ഡിസൈനിലുള്ള ടൈലാണ് കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്. ധാരാളം കബോർഡ് വർക്ക് മുകളിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് അറ്റം വരെ. നമ്മൾ സൈഡിലൊക്കെ ടൈല് കൊടുത്തിട്ടെന്ന് പറയാം. വാൾ ടൈലേ. കിച്ചണിലും ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല കളർഫുള്ള്. താഴെയും ധാരാളം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു സൈഡ് കണ്ട. ഈ ഒരു സൈഡിലും നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള പോയിന്റ് സെപ്പറേറ്റ് കൊടുത്ത് കിട്ടിയിട്ടുണ്ട്. ഒരു മൂലയിൽ ലൈറ്റ്. ഇവിടെയും മലമാരി വർക്കുകൾ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ 2 കിട്ടിയിട്ടുണ്ട് ഫുൾ ലെങ്ത്തിൽ. ഇവിടെ കണ്ട ഒരെണ്ണം കൂടിയുണ്ട്. ഫ്രിഡ്ജ് നമുക്ക് ഈ പോയിന്റ് ഈ സൈഡിൽ ഇടാം. ഓപ്പണായിട്ട് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ നിന്ന്. സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിലാണ് കൊടുത്തത് കണ്ട. ഗ്രാനൈറ്റൊക്കെ ബോർഡർ കൊടുത്തിട്ട് വാഷ് ഏരിയയോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ചുമരിലൊക്കെ വാൾ ടൈൽ കൊടുത്തിട്ടുണ്ട്. വീതി കൂടിയ ടൈൽ തന്നെയാണ് എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. വർക്ക് ചെയ്യുന്ന പുറത്തേക്ക് കിടക്കുന്നൊരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല സ്പേഷ്യസ് എന്ന് പറയാം. കാരണം നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെയല്ല. ഇവിടെയൊക്കെ നമുക്ക് ഡ്രസ്സ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇതും നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു ഭാഗം അത്രയും വലിയൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെള്ളത്തിനായിട്ട് ഓപ്പൺ വെല്ലാണ്. ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയ. എത്ര പ്രളയം വന്നാലും ഇവിടെ വെള്ളം കയറിയിട്ടില്ല കേട്ടോ. അതുപോലെ വേനൽക്കാലം വന്നാൽ വെള്ളം പറ്റില്ല. അതേ മുകൾ വശത്ത് തന്നെ വെള്ളമുണ്ട്.
അതുപോലെ ഈ സൈഡിലൊക്കെ ബേബി മാറ്റ് ഇട്ടിട്ട് നമുക്ക് ചെടികളൊക്കെ വെക്കുന്നതിനില്ലേ ആ മെറ്റലൊക്കെ മാറ്റി വല്ലതും വെക്കാമെന്ന് പറയാം. ധാരാളം വീടുകളുണ്ടെന്ന് പറയാം അടുത്തൊക്കെ. 600-700 സെൻറ്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമിന് ഉടമ ചോദിക്കുന്ന വില 84 ലക്ഷം രൂപ കേട്ടോ. വില നമുക്ക് സൈറ്റിൽ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ചോദിക്കാവുന്നുള്ളൂ. മുകൾ വശത്തെ ഹാളാട്ടാ, വലിയൊരു ഹാൾ, ഓപ്പൺ ഹാള് മുകൾ വശത്തും കിട്ടിയിട്ടുണ്ട്. ഒരു സെക്കൻഡ് TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ. വേണ്ട, കയറി വരുന്നവിടെ തന്നെ TV യൂണിറ്റ്. മുകളിൽ ഹോൾ സീലിംഗ് വർക്ക് കളർഫുള്ളായിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. 3ാമത്തെ ബെഡ്റൂമും ഇവിടെയും അതേ മാച്ചിൻ്റെ ഏരിയ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു ബെഡ്റൂം തന്നെ ഇവിടെയും കിട്ടിയിട്ടുണ്ട്. വാൾട്ടോപ്സ് സൈഡിലായിട്ട് ഡെസ്ക് യൂണിറ്റോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ സൈഡിൽ തൊട്ട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും. 4 ബാത്റൂമും വലിയ ബാത്റൂമാണെന്ന് പറയാം. കണ്ടാ, വലിയ ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിൻ്റ് എല്ലാ ബാത്റൂമിനും സെപ്പറേറ്റ് ഉണ്ട്. അതുപോലെ ഇൻവെർട്ടറിൻ്റെ പോയിൻ്റ്, സോളാറിൻ്റെ പോയിൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു വർക്ക് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ബെഡ്റൂമിൽ നിന്നാണ് നമുക്ക് പുറത്തേക്ക് കിടക്കുന്നത്. ഓപ്പണായിട്ട് കണ്ടോ, വലിയൊരു ഇതൊക്കെയാണ് ഓപ്പൺ ഏരിയ. 5-6 പേർക്ക് ഈസിയായിട്ട് ചെയറിട്ടിരിക്കാവുന്ന ഒരു ഇത് കിട്ടിയെന്ന് പറയാം. ഓപ്പൺ സിറ്റൗട്ട്. ധാരാളം വീടുള്ള ഒരു ഏരിയ, അത്രയധികം വീടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത്. 600-700 സെൻറ്റ് സ്ഥലം, അതായത് 7 സെൻറ്റിന് തൊട്ട് താഴെ. അതുപോലെ എല്ലാവിധ ആരാധനാലയങ്ങളും ഇവിടെ തന്നെ എടുത്തിട്ടുണ്ട്. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എല്ലാവരും ആരാധനാലയം ഏകദേശം 600-700 മീറ്ററിലുണ്ട്. 4ാമത്തെ ബെഡ്റൂം ഉണ്ടാവും. വലിയ ബെഡ്റൂം തന്നെയാണ്. 4 ബെഡ്റൂമും കൊടുത്തിട്ടുള്ള വലുത് തന്നെയാണ്. ബസ് റൂട്ട് നമുക്ക് കൂടി വന്നൊരു 300 മീറ്റർ കേട്ടോ. അത്ര അടുത്ത ബസ് തൃശ്ശൂർ ടൗണിലേക്ക് 9.5 കിലോമീറ്റർ. അവിടെ മണ്ണുത്തി സെൻറ്ററിലേക്ക് 2 സൈഡ് കൂടി വഴിയെന്ന് പറയാം. ഒരു സൈഡിലേക്ക് NH-ലേക്ക് കിടക്കാൻ ഒരു 700 മീറ്റർ. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഒരു 2.5-3 കിലോമീറ്ററിന് അടുത്ത് 2 സൈഡ് കൂടി നമുക്ക് മണ്ണുത്തി കിടക്കാം. ഒരു സ്കൂളുകളിലും എല്ലാ സ്കൂളുകളുടെയും ബസ്സുകൾ, വണ്ടികൾ നമ്മുടെ ഈ സൈഡിൽ കൂടെ തന്നെ വരും കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ. മുളച്ചിട്ട് ഓപ്പൺ ടെറസാണിത്. വാഷിംഗ് മെഷീനുള്ള പോയിട്ട് മുകളിലുണ്ട്, താഴെയുണ്ട് കേട്ടോ. ഏറ്റവും ടോപ്പിലേക്ക് സ്റ്റെയർ ഇവിടെ ഒതുക്കി കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട്. വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറുമായിട്ടൊക്കെ ബന്ധപ്പെടുക. അതുപോലെ ലോൺ ആവശ്യമെങ്കിലേ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരും. അതുപോലെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.